ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ അസർബൈജാനിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളിലോട്ട് സ്വാഗതം. ഇതിനു മുമ്പ് ഞങ്ങൾ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. UAE നിന്ന് അസർബൈജാനത്തെ ഹോട്ടൽ റൂം വരെ ഉള്ളൊരു വീഡിയോ, പിന്നെ ബാക്കുവിലെ വിശേഷങ്ങളുമായിട്ട്. ഈ 2 വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ രാവിലത്തെ കാഴ്ചകളിലോട്ട് പോവാം. ഹോട്ടൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 5 ദിവസവും നമുക്ക് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റിൽ കോമൺ ആയൊരു ഐറ്റം എഗ്ഗാണ്. എഗ്ഗ് നമുക്ക് പുഴുങ്ങിയിട്ടോ ബുൾസയോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ഡെസേർട്ട് പോലെ ഒരു മിൽക്ക് റൈസ് ബട്ടർ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ബ്രെഡ്, ചീസ്, ജാം, ഹണി, പിന്നെ സോസേജ്, പിന്നെ കുറേ സാലഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസർബൈജാൻ ടീ ആയ ബ്ലാക്ക് ടീ ആണ്. പിന്നെ കോഫി പൗഡറും ഹോട്ട് വാട്ടറും വെച്ചിട്ടുണ്ട്. മിൽക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ ചൂടില്ലാത്ത മിൽക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചിട്ട് മിൽക്ക് ടീ ഉണ്ടാക്കാം. നമ്മുടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ പുറത്തേക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ അസർബൈജാൻ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി വന്നപ്പോഴത്തേനും 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് എവിടെയും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. ആ ടൈം നമ്മൾ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പോയി കഴിച്ചിട്ട് റെഡിയായിട്ട് പുറത്തിറങ്ങണം. ഇല്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് പുറത്ത് കാണാനുള്ള കാഴ്ചകളുടെ സമയം കുറയും. കാരണം വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഇന്നത്തെ പ്ലാൻ പ്രകാരം നമ്മൾ ഇന്ന് ഫസ്റ്റ് കാണാൻ പോകുന്നത് മഡ് വോൾക്കാനോ ആണ്. പോകുന്ന വഴി നമുക്ക് ഇവിടുത്തെ മെയിൻ ബസാർ കാണാൻ പറ്റും. നമ്മുടെ ഹോട്ടലിന് ഏകദേശം 35-40 മിനിറ്റ്സ് എടുക്കും നമ്മൾ ഈ മഡ് വോൾക്കാനോ കാണുന്ന സ്ഥലത്തോട്ട്. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് നമ്മുടെ കാറിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ മഡ് വോൾക്കാനോയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാറ് പോകാൻ പറ്റും. അപ്പോൾ ഒരു കാറിന് അവർ 60 മന്നത്താണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് 2 കാർ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്.
കുറച്ച് നേരത്തെ ഓഫ് റോഡിന് ശേഷം നമ്മളിപ്പോൾ മഡ് വോൾക്കാനോ എത്തിയിട്ടുണ്ട്. നമ്മളെപ്പോലെ കുറേ ടൂറിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് കാണാൻ. ഇവിടെ ഒരു 10-15 മിനിറ്റ്സ് സ്പെൻഡ് ആക്കിയതിന് ശേഷം നമ്മളവർ ഇതേപോലെ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. വേൾഡിലെ 50% ഓഫ് മഡ് വോൾക്കാനോ ഉള്ളത് അസർബൈജാനിലാണെന്നാണ് പറയുന്നത്. ഇത് നാച്ചുറലായ ഒരു കാര്യമാണ്. ഇവിടെ അവർ ലൈറ്റർ വെച്ച് കത്തിക്കുമ്പോൾ അത് കത്തുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും. മഡ് വോൾക്കാനോയ്ക്ക് ശേഷം നമ്മൾ കാണാൻ പോയത് ഗോബുസ്ഥാൻ മ്യൂസിയമാണ്. അവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് അഡൽട്സിന് 10 മന്നത്തും കിഡ്സിന് 1 മന്നത്തുമാണ്. ഗോബുസ്ഥാൻ മ്യൂസിയത്തിലൊരു മ്യൂസിയം ഉണ്ട്, അതുപോലെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് മ്യൂസിയം കാണാൻ പോവാം, അതിനുശേഷം നമുക്ക് ആർക്കിയോളജിക്കൽ സൈറ്റിലും കൂടി പോവാം.
ഖൊബൂസ്താൻ മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ ആർക്കിയോളജിക്കൽ സൈറ്റിലോട്ട് പോവാണ്. നമുക്ക് നമ്മുടെ കാറിൽ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. എൻട്രൻസ് ടിക്കറ്റ് രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണ്.
നമ്മളിപ്പോൾ എനർദാഗിലോട്ട് എത്തിയിട്ടുണ്ട്. ബാക്കുവിൽ നിന്ന് ഏകദേശം ഒരു 25-30 മിനിറ്റ്സ് എടുക്കും എനർദാഗിലോട്ട്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 9 മന്നത്താണ് ഫോറിനേഴ്സിന്. ഇവിടുത്തെ ലോക്കൽസിനും ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ വേറെ ചാർജാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാം. എൻട്രൻസ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫയർ മൗണ്ടൻ കാണാൻ പറ്റും. നാച്ചുറൽ ഗ്യാസാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അസർബൈജാൻ അറിയപ്പെടുന്നത് തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. ഇതിവിടെ ഫുൾ ടൈം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഏത് മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ ഫയർ മൗണ്ടൻ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റേഡിയം പോലെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, സുവനീറും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഈ ഷോപ്പിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എനർദാഗ് എന്ന് എഴുതിയ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അസർബൈജാനിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റാണ് ഈ സ്ഥലം. ഇവിടെ നല്ല തണുപ്പാണ്. ബാക്കുവിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്തത് ഇവിടെയാണ്. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി. നമുക്കിനിയും നമ്മുടെ ഐറ്റിനറി പ്രകാരം നമുക്കിനി 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ ലേറ്റായിട്ട് ഇറങ്ങിയോണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും എത്താൻ പറ്റുമോ എന്ന് സംശയമാണ്. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഫയർ ടെമ്പിളിലോട്ടാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം ക്ലോസിങ് ടൈമിൻ്റെ അടുത്തായി. പിന്നെ നിങ്ങൾക്ക് കാണാം ലൈറ്റെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫയർ ടെമ്പിളിലോട്ട് പോവാം. ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9 മന്നത്താണ് ഓരോരുത്തർക്കും.
അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ വേറെ എവിടെയും പോകാൻ നിന്നില്ല. തിരിച്ച് ഹോട്ടലിലോട്ട് പോയി അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് നാളെ ഗബാലയിലോട്ടാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ എല്ലാവർക്കും ഡേ 2 ഇഷ്ടമായല്ലോ. അപ്പോൾ ഡേ 3 ഗബാലയുടെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.